GPS ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദൻ. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. അത് മിഥുനൻ രാശിക്കൂറുകാരായ ആൾക്കാരുടെയും അതുപോലെ മിഥുനം ലഗ്നമായി ജനിച്ചവരുടെയും കാര്യമാണ് പറയുന്നത്. മിഥുനം രാശിക്കൂർ എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4, 1, 2, 3 പാദങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഘടകമായി തന്നെയാണ് വരുന്നത്. കാരണം ഒന്നാമത് ഇവർക്ക് കണ്ടകശനിയാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ 10ാം ഭാവത്തിലെ ശനി. അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന ഈ ഘട്ടം, അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന ഒരു സമയം, ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം. മിഥുനൻ രാശിയിലാണല്ലോ വ്യാഴം, ശത്രുശാസ്ത്രത്തിലാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചമൊന്നും പറയാനില്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ശനി അനുകൂലമല്ലാതെ ജാതകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി പണ്ട് പറയും അവരെ കൊണ്ടേ പോകും എന്ന്. അപ്പം തൊഴിൽപരമായ പല പ്രശ്നങ്ങളും വിഷമതകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരും. കാരണം അഷ്ടമാധിപനും ഭാഗ്യാധിപനുമാണ് ശനി. അപ്പോൾ അഷ്ടമാധിപനായ ശനി കേന്ദ്രത്തിൽ 10ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായി ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ തരത്തിൽ ഒരാൾക്കുണ്ടാകാമോ അതെല്ലാം ചെയ്യും. അഷ്ടമാധിപൻ കേന്ദ്രത്തിൽ വന്നാൽ ആരോഗ്യ സംബന്ധമായ പല വിഷമതകളെയും പറയാം. ഒരുപക്ഷെ രോഗമായിരിക്കാം, അല്ലെങ്കിൽ അപകടമായിരിക്കാം, അല്ലെങ്കിൽ സന്ധിബന്ധങ്ങളിലുണ്ടാകുന്ന വിഷമതകളായിരിക്കാം, കാലിൻ്റെ പ്രശ്നമായിരിക്കാം. ഇതെല്ലാം ഈ അഷ്ടമാധിപൻ 10ാം ഭാവത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും പലരുടെ ജീവിതത്തിലും ഉണ്ടാകാവുന്ന ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇനി ശനി അനുകൂലമായിട്ട് സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ യോഗകാരകനായിട്ട് പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും കർമ്മസ്ഥാനത്തെ ശനി പല തരത്തിൽ അവർ വിചാരിക്കുന്നത് പോലുള്ള ഉയർച്ചയെ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അത് പലപ്പോഴും ഒരു അലസ മനോഭാവമൊക്കെ ഉണ്ടാക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും അതിൻ്റെ പൂർണ്ണമായ ഒരു പ്രയോജനം കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. ഇനി മോശമായിട്ടുള്ളവരെ സംബന്ധിച്ചോ ജോലിയുടെ കാര്യത്തിലൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഉറപ്പും ഒരു മെച്ചവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ 10ാം ഭാവാധിപനായ വ്യാഴം അവരുടെ ജാതകത്തിൽ അനുകൂലമായി ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കണം. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദശാവഹാര കാലങ്ങളിലൂടെയൊക്കെ പോവുകയും വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 10, 25, 27 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ വ്യാഴദശയായിരിക്കും, ഒരു ശരാശരി കണക്ക് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന തരത്തിലുള്ള പ്രയോജനമൊന്നും ഇവർക്ക് ഇപ്പോൾ ലഭിക്കണമെന്നുമില്ല. അങ്ങനെ പല ടെൻഷനും പ്രയാസങ്ങളും ദുരിതങ്ങളും ചെയ്യുന്ന ജോലിക്ക് തക്ക പ്രതിഫലം ലഭിക്കാതിരിക്കുന്ന സാഹചര്യവും, അതുപോലെ അഷ്ടമാധിപൻ കൂടി ആയതുകൊണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം ഇതിനകത്തിൽ വരും. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം മിഥുനൻ രാശിക്കാർക്ക് എന്താണ് മാറ്റം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു വലിയ മാറ്റം തന്നെയാണ്. ആ മാറ്റം എന്ന് പറയുന്നത് ജന്മരാശിയിലെ വ്യാഴം അത്ര വലിയ ഗുണമൊന്നും ഇവരെ സംബന്ധിച്ച് ഉണ്ടാക്കത്തില്ല. പ്രത്യേകിച്ച് 10ാം ഭാവാധിപനാണ്. എന്നാലും മറിച്ചത് കർക്കിടകൻ രാശിയിൽ 2ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുടുംബപരമായ ഉയർച്ചയും സാമ്പത്തികമായ പുരോഗതിയെയും സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു മേന്മയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരാം. അപ്പം വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്ന കാര്യമാണ്. കർക്കിടകം ഉച്ചരാശിയാണ് വ്യാഴത്തിൻ്റെ. ആ വ്യാഴം 5 ഡിഗ്രിയിലെത്തുമ്പോൾ പരമോച്ചമായും മകരൻ രാശിയിൽ 5 ഡിഗ്രിയിലെത്തുമ്പോൾ പരമനീചമായും വരും. അത് ഓരോരുത്തരുടെയും
ജാതകത്തിൽ ജനന സമയത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണോ അതനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ കൂടി ആലോചിക്കുകയും വേണം. വ്യാഴം അനുകൂലമായാൽ ആരുടെ ജീവിതത്തിലായാലും ഒരുപാട് ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇഷ്ടഭാവത്തിൽ വ്യാഴം അനുകൂലമായി ബലവാനായി നിൽക്കുന്നവർക്ക് കുറേയൊക്കെ നീതിബോധമുണ്ടാകും, സദാചാര ബോധമുണ്ടാകും, ഒരാളിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ചിന്ത വരും, മറ്റുള്ളവരോട് സഹകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചിന്ത വരും. അതുപോലെ തന്നെ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് വരും. സ്വഭാവത്തിൽ ഒരു നല്ല ശീലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മറ്റുള്ളവർ ഇവരെ സ്നേഹിക്കുകയും അതുപോലെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി വരും. പ്രത്യേകിച്ച് മിഥുനൻ രാശിക്കൂറുകാരെന്ന് പറയുമ്പോൾ ബുധനാണ് അതിൻ്റെ ജന്മരാശാധിപൻ. ഏത് വിഷയത്തെക്കുറിച്ചും, ഇപ്പോൾ വിദ്യാഭ്യാസം കുറവാണെന്നിരിക്കട്ടെ, ഒരുപാടൊന്നും പഠിക്കാനൊന്നും സാധിച്ചില്ല, പ്രാഥമിക വിദ്യാഭ്യാസമോ അല്ലെ അതിൽ താഴെ ഉള്ളൂ എങ്കിൽ പോലും അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സ്വയം പഠിക്കും. അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വിലയിരുത്താനും അതിൻ്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മിഥുനൻ രാശിക്കൂറുകാരെന്ന് പറയുന്നത്. അപ്പം മിഥുനത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത്ര വലിയ മെച്ചമൊന്നും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനില്ല. എന്നാൽ കർക്കിടകത്തിലേക്ക് മാറുമ്പോഴോ, ഇവിടെ ജൂൺ 2-ാം തീയതി രാത്രി 1:48 കർക്കിടകത്തിലേക്ക് മാറും. അതായത് ഇടവമാസം 18-ാം തീയതി രാത്രി. മിഥുനം 4-ാം തീയതി രാത്രി 9:30 പുണർദത്തിലും പിന്നീട് പൂയ നക്ഷത്രത്തിലും 1202-ാം ആണ്ട് അടുത്ത ചിങ്ങമാസം 2-ാം തീയതി രാത്രി വെളുപ്പിന് 3:39 ആയില്യം നക്ഷത്രത്തിലുമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഞാനീ പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴം അനുകൂലമാണെങ്കിൽ അവരുടെ നക്ഷത്രത്തിലൊക്കെ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റേതായ മെച്ചമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞതാണ്. നവംബർ 1 മുതൽ ജനുവരി 31 വരെ ഈ 3 മാസക്കാലം വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറും, വക്രഗതിയും വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ഒരു മാറ്റം മാത്രമേ വ്യാഴത്തിന് ഒരു ചെറിയ കാലയളവിലുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ. പൊതുവെ ഒരു വർഷക്കാലം വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ മിഥുനം രാശിക്കൂറുകാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തെ പ്രതീക്ഷിക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ 2-ാം ഭാവത്തിലേക്കാണ് അവരുടെ രാശി മാറുന്നത്. 2-ാം ഭാവത്തിലേക്ക് മാറുക എന്ന് പറയുമ്പം ധനം, കുടുംബം, വാക്ക്, വിദ്യ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല നിലയിൽ ഉന്നതങ്ങളിലെത്താൻ, ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടാൻ സഹായിക്കുന്ന ഒരു കാലം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ചില വിഷമതകളോ പ്രയാസങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് വ്യാഴൻ 2-ാം ഭാവത്തിൽ ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ കുടുംബത്തിനൊരു ഉയർച്ച ഉണ്ടാകാം, അഭിവൃദ്ധി ഉണ്ടാകാം. ആ രീതിയിൽ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ വരാനും അതിലൊക്കെ പങ്കെടുക്കാനും ആത്മീയമായ ഒരു ചിന്താഗതി ഉണ്ടാക്കാനും അതുപോലെ തന്നെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും ക്ഷേത്രദർശനം നടത്താനും ഇതിനെല്ലാം ഉള്ള ഒരു അവസരം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. മറ്റൊന്ന് ധനകാരകനാണ്. ധനകാരകനായ വ്യാഴൻ 2-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കർമാധിപൻ കൂടിയാണ്. കർമാധിപനും 7-ാം ഭാവാധിപനുമാണ്. അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായ ചില ഗുണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ 7-ാം ഭാവാധിപത്യം കൂടി വ്യാഴത്തിന് വരുന്നത് കൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ അവർ തീരുമാനിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ മാർഗസ്ഥാനം ഇവർക്ക് അനുകൂലമായി വരും. എല്ലാ വഴിയും തുറന്നു കിട്ടും എന്നർത്ഥം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചു അത് നടപ്പാക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ വഴിമുടക്കമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എല്ലാം വഴിയിലങ്ങ് നിന്നുപോയി, അല്ലെങ്കിൽ പാതി വഴിയിൽ നിലച്ചുപോയി, അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നു. ഇവിടെ 7-ാം ഭാവം മാർഗസ്ഥാനമായതുകൊണ്ട് ആ 7-ാം ഭാവാധിപൻ
ഉച്ചരാശിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ കുറേയൊക്കെ റൂട്ട് ക്ലിയറായി കിട്ടാം എന്നുള്ളതാണ്. അത് വ്യാഴം അനുകൂലമായി നിങ്ങളുടെ ജാതകത്തിലൂടെ ഉണ്ടാവണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയും വേണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സാമ്പത്തികമായും കുടുംബപരമായും അതുപോലെ ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയാം. അതുപോലെ രണ്ടാം ഭാവം പൂർവിക സ്വത്തിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. കാരണവന്മാരൊക്കെ ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കും എന്ന് വിചാരിച്ച് ആരെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇതുവരെ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റാരെങ്കിലും നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നവരുണ്ടെങ്കിൽ അതിനും ഒരു നല്ല വഴിയാണ് ഈ സമയം. പിന്നെ വലത്തെ കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കാഴ്ചക്കുറവോ തിമിരവോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരെ സംബന്ധിച്ച് വലത്തെ കണ്ണിനും അനുകൂലമായ ഇതൊക്കെ മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് വരും. പിന്നെ മറ്റൊരു കാര്യം, ബുദ്ധിപൂർവമായി പല കാര്യങ്ങളും ചിന്തിക്കുകയും അത്തരത്തിലുള്ള പല എഗ്രിമെൻറ്റുകളിലും ഇവർ പോകാനുള്ള സാധ്യതയും ഈ രണ്ടാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇനി വൃശ്ചികൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികം രാശി എന്ന് പറയുന്ന 6ാം ഭാവമാണ്. അപ്പം രോഗം, ശത്രു, കള്ളൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് പ്രധാനമായും ചിന്തിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അപമാനം, ആഭിചാര കർമ്മങ്ങൾ, അതുപോലെ മനപ്രയാസം, ഇതും 6ാം ഭാവത്തിൻ്റെ സൂചനയാണ്. അപ്പം 6ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മാറ്റം, ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരവസ്ഥ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുകൂടും. അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തോടുകൂടി നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നവർക്ക് രോഗം, ശത്രു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ രോഗത്തിനും മാറ്റം ഉണ്ടാകും, ശത്രുക്കൾ ഇല്ലാതാകും, അല്ലെങ്കിൽ ആ ശത്രുക്കൾക്ക് വലിയ രീതിയിൽ നിങ്ങളെ ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പരാജയപ്പെടുത്താനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം തന്നെയാണ്. അതിൻ്റെ ദൃഷ്ടി 6ാം ഭാവത്തിലേക്ക് വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ. മറ്റൊന്ന്, വൃശ്ചികത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. അത് ഭൂമികാരകൻ കൂടിയാണ്. ഭൂമി സംബന്ധമായ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ തമ്മിൽ തർക്കം, വഴക്ക്, ഓഹരി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എവിടെയെങ്കിലും ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ അത് തർക്കത്തിലോ വഴക്കിലോ അല്ലെങ്കിൽ കേസിലോ ഒക്കെ പോകുന്നു എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ ചൊവ്വ സൂചിപ്പിക്കുന്ന സ്വർണത്തെ. അപ്പോൾ സ്വർണം പണയം വെച്ച് എടുക്കാൻ പറ്റാത്ത സാഹചര്യമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയോ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചും ഈ വ്യാഴത്തിൻ്റെ രാശി മാറ്റം വൃശ്ചികൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ അതിനും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. സഹോദരങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും ഒരു മാറ്റമൊക്കെ സൂചിപ്പിക്കാം എന്നതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 10ാം ഭാവത്തിൻ്റെ കാര്യം തന്നെയാണ്. 10ാം ഭാവത്തിൽ കണ്ടകശനി നിന്ന് കൊണ്ടേ പോകൂ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്നവർക്ക് പോലും ഈ ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം രാശി മാറുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി മീനൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ 9ാം ഭാവ ദൃഷ്ടി വരുമ്പോൾ ശനിക്കൊരു ശുഭത്വം ലഭിക്കുന്നു. അത് 10ാം ഭാവമാണ്. ജോലിയില്ലേ ജോലിയൊന്നും ശരിയാവുന്നില്ലേ എന്ന് കരഞ്ഞു വിളിച്ച് നടക്കുന്നവർക്കൊക്കെ ഒരു മാറ്റമുണ്ടാകും. കിട്ടുന്ന ജോലി, ഈ ജോലി എന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നവർക്ക് അതിനൊരു മാറ്റം വരും. അതുപോലെ തന്നെ തൊഴിൽപരമായ ഒരു പുരോഗതി ഇവരുടെ ജീവിതത്തിലേക്ക് വരും. കണ്ടകശനിയുടെ തീവ്രതയെ കുറയ്ക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇതെല്ലാം തന്നെ ശനിക്കൊരു ശുഭത്വം ലഭിക്കുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് മീനൻ രാശി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്ര രാശി തന്നെ ആയതുകൊണ്ട്
അതിൻ്റെ 9ാം ഭാവത്തിലേക്ക് മീനത്തിലേക്ക് ദൃഷ്ടി വരുമ്പോൾ അത് മിഥുന രാശിക്കൂറുകാർക്ക് 10ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അത് പ്രവൃത്തി മണ്ഡലത്തെ ചിലരെന്ത് ചെയ്താലും അതെല്ലാം ഗുണം പിടിക്കാത്ത അവസ്ഥയിലേക്ക് വരും. തൊട്ടതൊക്കെ നശിക്കും, അല്ലെങ്കിൽ അതൊന്നും വിജയത്തിലെത്തത്തില്ല. ഇവരെന്ത് ചെയ്താലും അത് പൂർത്തിയാക്കത്തില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കൊള്ളത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നവർക്കും ഒരു മാറ്റമാണ്. അവർ ചെയ്താലും ശരിയാകും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ശനിക്കൊരു ശുഭത്വം ലഭിക്കും. അപ്പം കണ്ടകശനി അതിൻ്റെ തീവ്രത എങ്ങനെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ജാതകത്തിലെ നിങ്ങളുടെ ശനിയുടെ സ്ഥിതി അനുസരിച്ച് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഇവിടെ ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ ഒരു പൂർണ്ണമായ സ്വാധീനം 10ാം ഭാവത്തിൽ ലഭിക്കുമ്പോൾ ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. അതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 9ാം ഭാവത്തിലെ രാഹുവ. ആ രാഹുവിനും രാശിമാറ്റമുണ്ട് ഈ ഒരു വർഷത്തിനകത്ത്. എങ്കിലും നിലവിൽ 9ൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ 9ാം ഭാവാധിപൻ ശനിയാണ്, അത് 10ലാണ്. അപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരും അന്യദേശവാസം നടത്തുന്നവർക്കും ഒക്കെ കഷ്ടപ്പാടിൻ്റെയും ചില ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ സമയത്തിലൂടെ പോകുമ്പോഴാണ് വ്യാഴത്തിന് ഇങ്ങനെയുള്ള ഒരു ഗുണം ഇവർക്ക് ലഭിക്കുന്നത്. അപ്പം തൊഴിൽപരമായിട്ട് ചെറിയ ജോലി ആയാലും അത്ര വലിയ പറയത്തക്ക മെച്ചമൊന്നും പറയാനില്ലെങ്കിലും അവർക്ക് സാമ്പത്തികമായ ചില പുരോഗതികളൊക്കെ ആ ജോലി കൊണ്ടുണ്ടാകാം. എങ്ങനെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടാനും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ ദൈവാധീനം കൊണ്ട് സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ മൊത്തത്തിൽ മോശമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിൽ അനുകൂല ഭാവവും ഇഷ്ടഭാവസ്ഥിതിയും പിന്നെ ദശാപഹാരങ്ങളും ഒക്കെ നല്ലതായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഭൂരിപക്ഷം ആൾക്കാർക്കും മോശമായ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ മിഥുന രാശിക്കാരുടെ അവസ്ഥ. പിന്നെ ചെറിയ ചെറിയ മെച്ചങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അതിന് ഇവർക്കൊരു മാറ്റം വരുന്നു. അപ്പം 10ാം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മഭാവമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ രക്ഷപ്പെടും, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു വീണ്ടും വിചാര ബോധം ഇവർക്കുണ്ടാകും. ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിന് മുമ്പ്, അതായത് ജൂൺ 2 മുമ്പ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ശനിയാണ്. എന്ത് ചെയ്തിട്ടും പ്രയോജനമൊന്നുമില്ല, ഇനി എന്തോ ചെയ്യാനാ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നിൽക്കുന്നവർക്ക് പോലും ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും രക്ഷപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. അതൊരു ആത്മധൈര്യമാണ് നൽകുന്നത്. അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഉറപ്പും ഒരു ധൈര്യവും ഒരു മനസ്സിന് അത്തരത്തിലുള്ള ഒരു വീണ്ടും വിചാരമൊക്കെയാണ് വരുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ എന്തോ ഏതായാലും ശരിയാവത്തില്ല, പിന്നെ വരുന്ന പോലെ വരട്ടെ, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് മാറ്റം വരുന്നത്. അപ്പം ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മിഥുന രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മാറ്റം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വ്യാഴവും അത്ര അനുകൂലമല്ല, ഇപ്പോൾ ശനിയും അത്ര അനുകൂലമല്ല. ആ സ്ഥിതിയിൽ ശനി അനുകൂലമല്ലാതിരുന്നിട്ടും ശനിക്കൊരു ശുഭത്വം ലഭിക്കുന്നു, വ്യാഴം അനുകൂലമായി വരികയും ചെയ്യുന്നു എന്നതാണ്. 7ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറും. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും 7ാം ഭാവാധിപനാണല്ലോ, ദാമ്പത്യ ജീവിതത്തിൽ കുറേ കൂടി സന്തോഷവും ഒരുമയും ഒക്കെ ഉണ്ടാകും. 7ാം ഭാവാധിപൻ 2ൽ ഉച്ചരാശിയിലാണ്. അപ്പോൾ കുടുംബത്തിലുള്ളവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ വിയോജിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കുറേ കൂടി സഹകരണ മനോഭാവത്തോടു കൂടി പോകണം എന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. അതുപോലെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ മാർഗസ്ഥാനം കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെ 7ാം ഭാവാധിപൻ ഉച്ചത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പം ഞാനീ പറഞ്ഞത് മിഥുന രാശിക്കാർക്ക് ഒരു നല്ല മാറ്റം ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ഒന്ന് ഓൺ ചെയ്യുക. അത് തുടർന്നും നിങ്ങളുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനോ പ്രചോദനമൊക്കെ ഉണ്ടാകും. നന്ദി, നമസ്കാരം.